ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ലോങ് ഡേ ആയിരുന്നു. ഫേർണിച്ചർ നോക്കാൻ ഇറങ്ങിയതാണ്. ഒന്നും സെറ്റായിട്ടില്ല. ലാസ്റ്റ് കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, കുഴിമന്തി കഴിക്കാൻ പോയിട്ട് കുഴിയിൽ വീണൊരു കഥയാണ് എനിക്ക് ഈ ഒരു വീഡിയോക്കകത്ത് പറയാനുള്ളത്. അത് വീഡിയോ കണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഞാൻ എങ്ങനെയാണ് ആ കുഴിമന്തി കഴിക്കാൻ പോയപ്പോൾ കുഴിയിൽ വീണത് എന്നുള്ളത്. കാണാനായിട്ട് നല്ല ഗ്ലാമറസ് ആണ് കേട്ടോ. ഇനി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വാപ്പാനോട് വിളമ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വാപ്പ വിളമ്പി തരുന്നൊരു സീനാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. വാപ്പാക്ക് ആക്ച്വലി ഉറക്കം വന്നിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ വാപ്പാക്ക് ഉറക്കം വന്നിരിക്കുന്ന കേസാണ് കേട്ടോ അത്. അപ്പോൾ ഹെസ് ബേബി ഉമ്മയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടില്ല. കൊടുക്കല്ലേ അമ്മ, വെയിറ്റ് ചെയ്യും. ചോറ് കൊള്ളാം. മട്ടൻ കത്തിപ്പോകുന്ന എരിവാണ്. നോക്ക്, അതിൽ യൂസ് ചെയ്ത ചില്ലി നോക്ക്. കൊടുക്കല്ലേ അമ്മക്ക്, അബദ്ധത്തിൽ പോലും കൊടുത്തോ നിങ്ങൾ? അതെ, എക്സ്ക്യൂസ് മീ. എരിവില്ലാത്ത എന്താ ഉള്ളത്? ചിക്കനോ? തീരെ സ്പൈസി ഇല്ലാത്ത ഒന്ന് ചോദിച്ചു നോക്കാം. നഗറ്റ്സ് ആയാലും വേണ്ടൂല. അമ്മേ, കൊടുക്കല്ലോ. ഓക്കെ, എരിയണോ? നോക്കാക്കണം. ഇതെന്താണെന്നറിയോ? കഴുകി, മട്ടൻ കഴുകി. അല്ല, വെറും ചിക്കൻ മാത്രം മതി. റൈസ് വേണമെന്നില്ല. റൈസ് വേണ്ടി വരുമോ വാപ്പ? ചിക്കൻ മാത്രം മതി. ചെറിയൊരു പോർഷൻ മതി. ആണോ? ബൗളും ചോദിച്ചു, ലെമനും ചോദിച്ചു. ഇവൾക്ക് കൊടുക്കാനാ. തീരെ സ്പൈസി വേണ്ട കേട്ടോ. എന്നാ എന്നാ ഇത് കൊടുത്ത് നോക്കും. കഴുകി കഴുകിയുണ്ട്. നല്ല എരിവാണ്. എന്നാ കൊടുക്കണ്ട. മട്ടൻ കഴുകിയിട്ട് വരെ കത്തിപ്പോകും. തൊടാൻ നിവർത്തിയില്ല. കൊച്ചിന് ചോറ് കൊടുക്കണം. കൈയൊക്കെ നീറും. എൻ്റെ പൊന്നു, എൻ്റെ ചെവിന്നടക്കം കാറ്റ് പോകുന്നുണ്ട്. സ്പൈസി അടിച്ചിട്ട് മുളകിലിട്ട് ഉരുട്ടി കൊണ്ടുവന്ന പോലെയുണ്ട്. അത് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഇരുന്നിട്ട് എന്തായാലും വാങ്ങിപ്പോയില്ലേന്ന് ആലോചിച്ചിട്ട് യാതൊരു നിവൃത്തിയില്ലെങ്കിലും വാപ്പ പറയുന്നത് ഉമ്മ പറയുന്നത് കഴിക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ.
എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ലെമനൊക്കെ പിഴിഞ്ഞിട്ട് കുറച്ച് തൈരൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു മട്ടനിലുണ്ടായിരുന്ന സ്പൈസി ശരിക്കും നമ്മുടെ നെഞ്ചിനകത്തും ചെവിക്കകത്തും മൂക്കിനകത്തും വായുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കത്തി പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് എരിവായിരുന്നു. ഇത്രയധികം എരിവ് അവർ എന്തിനാണ് ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇറ്റ്സ് നോട്ട് എ ടോഡി ഷോപ്പ്. ഒരു ടോഡി ഷോപ്പ് ഒരു അങ്ങനത്തെ ഒരു ഷോപ്പല്ല. ഇതൊരു നോർമലി ഒരു അറബിക് ഫുഡ് കിട്ടുന്നൊരു ഷോപ്പാണ്. അറബിക് ഫുഡ് കിട്ടുന്നൊരു ഷോപ്പിൽ ആ ഒരു കുസീനല്ലേ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്പൈസി നോർമൽ സ്പൈസി വേണമായിരുന്നു അവർ യൂസ് ചെയ്യേണ്ടത്. എന്തായാലും കത്തി പോകുന്ന എരിവായിരുന്നു. ബട്ട് അവരുണ്ടാക്കിയ ആ ഒരു മട്ടനും ആ ഒരു റൈസും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എരിവിൽ മുങ്ങിക്കുളിച്ച ഐറ്റമായിപ്പോയി. ഇനി മേലാക്ക് ഞാൻ ആ കടയിൽ പോവില്ല എന്ന് അതോടുകൂടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെയാണ് ഞാൻ കുഴിമന്തി കഴിക്കാൻ പോയിട്ട് കുഴിയിൽ വീണത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കുഴിമന്തി കഴിക്കാൻ പോയിട്ട് ഞാൻ എങ്ങനെയാണ് കുഴിയിൽ വീണതെന്ന്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങൾ കുടുംബസമേതമാണ് ആ ഒരു കുഴിയിലോട്ട് വീണ് പോയത് ഗൈസ്. മട്ടൻ പൊടിച്ച് വാങ്ങിക്കാൻ പറ്റില്ല അല്ലേ? ബേബിനെ നോക്കാം. ബേബിന് എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കഴുകി വെച്ചേരട്ടോ. നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്നുണ്ട്. പാപ്പാക്ക് കഴുകണോ? പാപ്പ എടുത്തു, നിങ്ങളെടുത്തോ? നാരങ്ങ ഒഴിഞ്ഞപ്പോൾ കുറവുണ്ട്. നാരങ്ങ പിഴിഞ്ഞപ്പോഴൊരാശ്വാസം അല്ലേ? അപ്പം തന്നെ ഞങ്ങളുടെ ജീവൻ പോയി ഗൈസ്. എന്തായാലും കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ നമുക്ക് നല്ല കരിക്കൊക്കെ കിട്ടുന്നൊരു ഷോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കരിക്ക് വാങ്ങിച്ചു കുടിച്ചിട്ടൊന്നും ആ എരിവിനൊരു ശമനം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു വെറൈറ്റിക്ക് ഷാർജ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എരിവ് ഒക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.